നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ കടുത്ത നിബന്ധനകളാണ് നൽകി വന്നിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക്. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒന്നൊന്നായി നീക്കിയത്. ഘട്ടം ഘട്ടമായി ഈ വിലക്കുകൾ നീക്കിയിട്ടും പ്രവാസികൾക്ക് സൗദിയിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. സൗദിയിൽ നിന്ന് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ കാണുവാൻ സാധിച്ചു. എന്നാൽ കഴിഞ്ഞ 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പെരുന്നാൾ ആഘോഷങ്ങൾ പോലും നടന്നത്. അങ്ങനെ നിയന്ത്രണങ്ങളെല്ലാം എടുത്തുമാറ്റി പ്രവാസികൾ പെരുന്നാൾ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. പെരുന്നാൾ അവധികളിലാണ് ഇപ്പോൾ പ്രവാസികളായിരിക്കുന്നത്. ഇതിന് പിന്നാലെ നാട്ടിലേക്ക് പോകാനുള്ള പ്രവാസികളുടെ തിരക്കും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ഇന്ത്യ അന്താരാഷ്ട്ര വിമാന യാത്രക്കാർക്കുള്ള വിലക്ക് നീക്കിയത് പോലും. ഈ വിലക്ക് നീക്കിയതിന് പിന്നാലെ വിമാനങ്ങളുടെ എണ്ണവും കുതിച്ചുയർന്നു. അങ്ങനെ നാട്ടിലേക്ക് പോകാനും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരാനുള്ള യാത്രക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ തിക്കും തിരക്കും കാരണം നിരവധി മലയാളികൾ കുടുങ്ങിയതായി റിപ്പോർട്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഉംറ തീർത്ഥാടകരാണ് ഇത്തരത്തിൽ വലഞ്ഞത്. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ തിരക്ക് കൂടിയതിനാൽ തന്നെ 10 വിമാനങ്ങളാണ് ഇത്തരത്തിൽ വൈകിയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നോർത്ത് ടെർമിനലിലാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. സംഭവത്തിൽ വിമാനം വൈകിയതിന്റെ ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ശക്തമായ തിരക്ക് മൂലം നിരവധി വിമാനങ്ങൾ മുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. വിമാനത്താവളത്തിൽ തിരക്ക് കൂടിയതിനാൽ തന്നെ യാത്രക്കാരല്ലാത്തവർക്ക് വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനവും വിലക്കിയിരുന്നു. തിരക്കിനെ തുടർന്ന് വിമാനത്താവളത്തിലേക്ക് വരുന്നതും പുറപ്പെടുന്നതുമായ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിനായി തന്നെ എമർജൻസി എക്സിറ്റ് ഗേറ്റും ഗേറ്റ് നമ്പർ 3 തുറന്നു. നിരവധി ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ പ്രശ്നത്തിൽ പ്രതിസന്ധിയിലായതായി അധികൃതർ അറിയിച്ചു. അതേസമയം മാർച്ച് 18-ന് ഉംറ തീർത്ഥാടന വിസയിലെത്തി 23 പേരും മദീന സന്ദർശനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ വിമാനം കയറാൻ ജിദ്ദ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലായത്. വൈകുന്നേരം 5 മണിക്കാണ് ഇവർക്ക് യാത്രയ്ക്ക് വേണ്ടുള്ള വിമാനം. എന്നാൽ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ തന്നെ ഇവർ വിമാനത്താവളത്തിലെത്തിയിരുന്നു. എന്നാൽ പലർക്കും അകത്ത് കയറാൻ പറ്റാത്ത തരത്തിൽ തിരക്ക് അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.